പോവാതെ എങ്ങനെ പുരികം ത്രെഡ് ചെയ്യാന്നുള്ളതാണ്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മോസ്റ്റ്ലി അറിയാത്തവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നൂല്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള നൂല് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് വേണം, മീൻസ് എന്താ പറയുന്നത്, ഇപ്പം ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇതാകുമ്പോൾ ഇങ്ങനെ എടുക്കാമല്ലോ. ഫസ്റ്റ് ഞാനത് കെട്ടിട്ടിട്ട് വെച്ചു. ഇനി എന്താണെന്നറിയോ, ഇനി നമുക്ക് ഹൈബ്രോ സാധാ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. ഇതിന് വലിയ സംഭവങ്ങളൊന്നും വേണ്ട. യൂഷ്വലി നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ബ്രഷ് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ, നൂലും എല്ലാവരുടെയും വീട്ടിൽ കാണും. ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുക്കം ഇങ്ങനെ എടുക്കാതിരുന്നതാണ്. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടോ, ജസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ട് വീഴില്ലേ, കെട്ടല്ല മീൻസ് ഇങ്ങനെ ചുരുണ്ട് വരുമല്ലോ, എന്താ ഇതിന് പറയുന്നത്, എന്തോ സംഭവം ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ ഹെയർ ഇതിൻ്റെ ഇടയിലാണ് വരുന്നത്, അപ്പോഴാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി, അപ്പം ഞാൻ കുറച്ച് ലെങ്ത് കുറയ്ക്കട്ടെ. അപ്പോൾ ലെങ്ത് കുറയ്ക്കാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കെട്ടിടുക ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് ഓക്കെയാണ്. ഇനി എൻ്റെ തിയറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നൂലെടുക്കുക, ഒരു കെട്ടിടുക, അത് നമ്മുടെ കയ്യിലനങ്ങുന്നതനുസരിച്ചിട്ട്, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ ഇങ്ങനെ ഈ ഒരു കെട്ടിങ്ങനെ വീണുകൊണ്ടിരിക്കുമല്ലോ, അത് കുറച്ചധികം കെട്ട് തരിക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇവിടുത്തെ, അതായത് ഈ സൈഡിലെ ഹെയർ എടുക്കാനാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ വലത്ത് സൈഡ്, വലത്ത് സൈഡിൽ ഹെയർ എടുക്കാനാണെങ്കിൽ ആദ്യം ഇത് വലുതാക്കുന്നു. എവിടുത്തെ ഹെയറാ പോണേന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെക്കുന്നു. വെച്ചതിന് ശേഷം ഇവിടെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഹെയർ പോകും. ഇവിടെ അതുപോലെ തന്നെ, ഇവിടെ അടുത്ത സൈഡിൽ ആദ്യം നമ്മൾ ഇത് വലുതാക്കുന്നു, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഹെയർ പോകും. അത്രേ ഉള്ളൂ സംഭവം. നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഈ സാധനം ഇവിടെ വരും, ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഈ സാധനം ഇവിടെ വരും. അപ്പം നമ്മൾ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഹെയറിൻ്റെ ഇവിടെ ഡയറക്റ്റ് കൊണ്ടുവന്ന് വെക്കുക. വെച്ചിട്ട് ഇവിടെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ട, അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ ഫ്രണ്ടിൽ മിറർ വെച്ചിട്ടാ ചെയ്യുന്നേ. കണ്ണിനൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ഇതിപ്പം വീഡിയോ ഇടാൻ വേണ്ടി കണ്ടന്റ് വേണമല്ലോ, അപ്പം ഞാൻ കരുതി എന്നാ പിന്നെ ഇതിടാന്ന്. യൂഷ്വലി ഞാൻ അല്ലാതെ ബ്ലേഡ് വെച്ചിട്ട്, ഫേസ് ഷേവിങ് ബ്ലേഡില്ലേ, അങ്ങനത്തെ ബ്ലേഡ് വെച്ചിട്ട് മാത്രമാണ് എടുക്കാറ്. ബിക്കോസ് എൻ്റെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരും ഗൈസ്. കാണാൻ പറ്റുമോ? ഇവിടെ കൊണ്ടായിരുന്നത് പോയി. ഞാൻ എൻ്റെ ഐബ്രോ അങ്ങനെ ഒരുപാട് തിന്നാക്കാറില്ല. തിന്നാക്കി എനിക്ക് കൊള്ളൂല. എൻ്റെ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ ചപ്പിയിരിക്കുന്നുണ്ട്. അത് തിന്നായി കഴിയുവാണെങ്കിൽ ഭയങ്കര ബോർ. ഏത് ഭാഗത്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇത് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ഈ കൈ വലുതാക്കുമ്പോഴത്തേക്ക് ഇതിങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് ആ രോമം ഇതിനിടയിലായി പോകും. അപ്പം അത് പറഞ്ഞങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആക്കുന്നു. ഹെയർ എവിടാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവെക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ആദ്യം ചിലപ്പോൾ പാടായിട്ട് തോന്നും. അതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അപ്പം ഞാൻ ഇവിടെയും ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിൽ, അതിന് മുമ്പായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ മുകളിലോട്ടല്ലേ ചെയ്തത്, ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ട് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. പണ്ടൊക്കെ ഞാൻ ഇതിങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയായിരുന്നു എക്സ്ട്രാ ഉള്ളത്. പക്ഷെ ഇപ്പം എനിക്കത് ഇഷ്ടമല്ല, അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ നമ്മൾ ഇത് കാണണം, കയറ്റി വെക്കുന്നു. ജസ്റ്റ് കുരുങ്ങിപ്പോയി.
ഇങ്ങനെ മുടിയൊക്കെ വന്ന് കയറുന്നടേ. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് പോകുന്നത് കാണാൻ പറ്റുമോ അറിയാൻ വയ്യ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത് ഇഷ്ടമില്ല. കുറച്ച് മുമ്പ് ഇങ്ങനെ ഭയങ്കര ക്ലീനാക്കി എടുക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പം എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ കുറച്ച് ആ ഒരു എന്നാ പറയുക, ആ ഒരു നാച്ചുറലായിട്ടും കൂടി ഇരിക്കുന്ന പോലെ തോന്നുന്നുള്ളത് കൊണ്ട് അത് ഫുൾ എടുക്കാറില്ല. ക്യാമറയൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എനിക്ക് അറിയത്തില്ല. ഇത് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതാ നമുക്ക് വേണ്ടാത്ത ഹെയർ ജസ്റ്റ് ഇതാ കണ്ടോ, എന്നിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നോക്കോളൂ. പിന്നെ ചിലപ്പോൾ ഇത് മനസ്സിലാവുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എനിക്ക് 528 സബ്സ്ക്രൈബേഴ്സും അത്രേ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ ഒന്നിരുന്ന് കാണാൻ ആരും പോകുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് മാത്രമല്ല കേട്ടോ, എൻ്റെ ഈ ചാനലിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. കത്രിക വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഷേപ്പ് ആക്കാവുന്നതാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ റൂമിലൊന്നും കൊഞ്ച് ചെയ്യാനായിട്ട് സ്ഥലം ഇല്ലാത്തത് കൊണ്ട്. മനസ്സിലായില്ലോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ.